2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടി വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. വിഷ്ണു വിജയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറിനെതിരെയായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു പെൺകുട്ടിയുടെ പേര് വീണ എന്നാണ്. ഈ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യം, അതുപോലെ തന്നെ ഈ ഒരു വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തി കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നതും അതിൻ്റെ കുറേയധികം തെളിവുകളും എന്തൊക്കെയാണ് ഈ ഒരു പെൺകുട്ടി നേരിട്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു എല്ലാ പെൺകുട്ടികളും കാണേണ്ടതാണ്. പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളെല്ലാം കാണണം. ചിലപ്പോൾ നിങ്ങളുടെ പെങ്ങന്മാർക്കൊക്കെ ഇതുപോലെയൊക്കെ ഒരു വ്യക്തിയിൽ നിന്ന് ചതി ഉണ്ടാകാം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വീണ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ആരാണെന്നുള്ളതും വീണ എന്ന് പറഞ്ഞിട്ടുള്ള ഇവർ തമ്മിൽ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, എന്താണ് പരിചയം എന്നുള്ളതും, പിന്നെ എന്താണ് ആ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ട് എന്നുള്ളൊരു കാര്യം, പിന്നെ ആ ഒരു വ്യക്തി വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി പല പെൺകുട്ടികളിലും മെസ്സേജ് അയച്ചു. അവരുടെയൊക്കെ മറുപടിയൊക്കെ ഈ ഒരു പെൺകുട്ടി, ഈ ഒരു വീണ പറയുന്നുണ്ടായിരുന്നു. അവരെല്ലാം ഈ ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇയാൾക്കെതിരെ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് സംസാരിക്കാൻ പോകുന്നത്. സോ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. കൂടുതൽ പേരിലേക്ക് എത്തിയാൽ മാത്രമേ ഇത് കൂടുതൽ പേർക്ക് ഈ ഒരു വ്യക്തിയെ പറ്റി അറിയാൻ സാധിക്കത്തുള്ളൂ. സോ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു വീണ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെൺകുട്ടി വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിക്കെതിരെ വീഡിയോസ് 2 ദിവസമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാനും ഈ ഒരു വിഷ്ണു പരിചയപ്പെടുന്നത് ആദ്യമേ ഫ്രണ്ട്സായിട്ട് നല്ല രീതിയിലാണ് പരിചയപ്പെടുന്നുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു കണ്ടൻറ് ക്രിയേഷനൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് എനിക്ക് വീഡിയോസ് എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഈ ഒരു വിഷ്ണു നല്ല രീതിയിൽ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫ്രണ്ട് കൂടിയാണ്. ഈ ഒരു സമയത്ത് വിഷ്ണുവിനെ അറിയാം, എനിക്കൊരു ഹസ്ബൻഡുണ്ട്, കുട്ടികളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വിഷ്ണുവിനൊക്കെ അറിയാം. ആ സമയത്തൊന്നും എൻ്റെ അടുത്ത് മോശമായിട്ടോ ഒന്നും പെരുമാറിയിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് നന്ദി ആ ഒരു കാര്യത്തിൽ വിഷ്ണുവിനോട് ഉണ്ട് എനിക്ക്. പക്ഷേ പതിയെ ഇതേ കണക്ക് ഫ്രണ്ട്ഷിപ്പ് കുറച്ചും കൂടി മുമ്പോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു വിഷ്ണുവിൻ്റെ പെരുമാറ്റത്തിൽ നമ്മൾ സാധാരണ ഒരു ഫ്രണ്ട്സിനോട് പെരുമാറുന്ന രീതിയല്ലായിരുന്നു. അവൻ ഈ ഒരു ബന്ധം മറ്റൊരു രീതിയിലേക്ക് എത്തും എന്നുള്ള രീതിയിൽ വിചാരിച്ചു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പല ശ്രമങ്ങളും നടത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഇത് വലിയ ഒരു കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. ഒരു നല്ല ഫ്രണ്ട്സാണ് എന്നുള്ള രീതിയിലാണ് മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതും ആ ഒരു വ്യക്തി നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വളരുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഫ്രണ്ട്സ് എന്ന രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഈ ഒരു വിഷ്ണു പെരുമാറുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പെരുമാറുന്ന രീതി, മെസ്സേജ് അയക്കുന്ന രീതി, മറ്റൊരു ഉദ്ദേശം ഈ ഒരു വ്യക്തിക്കുണ്ടായിരുന്നു. പക്ഷെ അത് ഞാനുണ്ടെങ്കിൽ ഒരിക്കലും സഹകരിച്ചു കൊടുക്കാനോ ഒന്നും തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അവനറിയാവുന്നതാണ് എനിക്ക് കുഞ്ഞുണ്ട്, ഹസ്ബൻഡുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ. അവൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് ആ ഒരു സമയത്ത്. പക്ഷേ ഇവനുണ്ടെങ്കിൽ മറ്റ് പല ഉദ്ദേശങ്ങളും വെച്ചാണ് നമ്മുടെ കൂടെ ഇതേ കണക്ക് വരുന്നതെന്നുള്ളൊരു കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇത് ഭയങ്കരമായിട്ട് കൂടുന്നു, നമ്മൾക്ക് മെസ്സേജ് അയക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വന്ന സമയത്ത് തനിക്കിതിനോടൊന്നും താല്പര്യമില്ല എന്നുള്ളതും, ഞാനുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ഉള്ളതാണ്, എന്നെ ഇതേ കണക്കുള്ള രീതിയിൽ മെസ്സേജ് അയപ്പും സംസാരം ഫോൺ വിളിയൊന്നും പാടില്ല എന്നുള്ള രീതിയിൽ വിലക്കിയിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് നമ്മളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഈ ഒരു വ്യക്തിയുടെ കൂടെ പലരും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ ഈ ഒരു വ്യക്തി വിഷ്ണു ഉണ്ടെങ്കിൽ എന്നെപ്പറ്റി വേണ്ടാത്ത പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനുണ്ടെങ്കിൽ അവനെ തേച്ചു, ഇവളുണ്ടെങ്കിൽ കുട്ടി ഹസ്ബൻഡൊക്കെ ഉണ്ട്, എന്നിട്ട് പോലും എനിക്കിങ്ങനെയൊക്കെയുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പെരുമാറി എന്നൊക്കെയുള്ള രീതിയിൽ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു വരുന്ന പെൺകുട്ടികളുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവൻ ഇതേ കണക്ക് പറയുന്നത്, അതായത് അവനെ ഉണ്ടെങ്കിൽ തേച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതിന് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വരുന്ന പെൺകുട്ടികൾ ഭയങ്കരമായിട്ട് സെൻറ്റിമെൻ്റൊക്കെ ആവും, ഈ ഒരു വ്യക്തി ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ വെച്ചൊരു സിമ്പതി കിട്ടാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഈ ഒരു പെൺകുട്ടികൾ ആദ്യം ഇതൊക്കെ വിശ്വസിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് ഈ എൻ്റെ അടുത്ത് പെരുമാറി അതേ കണക്ക് തന്നെ അവരുടെ അടുത്തും പെരുമാറാൻ ശ്രമിച്ചു. അങ്ങനെ വരുമ്പോഴത്തേന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ള രീതിയിലാണ് വീണ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പല പെൺകുട്ടികളും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചിയെ പറ്റി ഇതേ കണക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ആദ്യമേ കേട്ടപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഈ ഒരു വ്യക്തിയുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത്.
അതിന് ശേഷം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഇതേ കണക്ക് മോശമായിട്ടൊക്കെ പല ഇൻറ്റൻഷൻ വെച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പം മനസ്സിലായി ചേച്ചിയുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ചേച്ചിയെടുത്ത് സംസാരിക്കണം എന്നുള്ളത് വിചാരിച്ചാണ് മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറേയധികം പേര് തനിക്ക് മെസ്സേജ് അയച്ചു എന്നുള്ളൊരു കാര്യം കൂടി വീണ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വിഷ്ണു മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ഈ ഒരു കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉള്ളവരെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരാകുമ്പോഴത്തേന് മുമ്പോട്ട് ഈ ഒരു റിലേഷൻ പോകുമ്പോഴത്തേനും ഒരു ബാധ്യതയാവത്തില്ല അല്ലെങ്കിൽ പ്രശ്നങ്ങളാവത്തില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു വ്യക്തി ഇത് കണക്ക് ചെയ്യുന്നത്. അതുമാത്രമല്ല മറ്റ് പ്രായം കുറഞ്ഞ പെൺകുട്ടികൾക്ക് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും ഈ ഒരു വീണ പറയുന്നുണ്ടായിരുന്നു. കുറേയധികം പേരിപ്പോൾ ഞാൻ രണ്ടാമത്തെ വീഡിയോയിലാണ് വീണ ഇത് പറയുന്നുണ്ടായിരുന്നു. ആദ്യത്തെ വീഡിയോയിൽ ഇവനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിന് താഴെ കുറേയധികം പെൺകുട്ടികൾ വന്ന് ഈ ഒരു വ്യക്തിക്കെതിരെ കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇത് കണക്ക് ഫ്രണ്ട് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ അയച്ച് ഫോളോ ചെയ്ത് വന്നിട്ട് അതിന് ശേഷം ഞങ്ങൾക്ക് മെസ്സേജ് അയക്കും. മെസ്സേജ് അയച്ചതിന് ശേഷം മറ്റൊരു രീതിയിൽ നമ്മളെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് ചെയ്യേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു പെൺകുട്ടിയുടെ അനുഭവം ഈ ഒരു വീണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് മെസ്സേജൊക്കെ അയക്കുമായിരുന്നു, നല്ല ഫ്രണ്ട്സായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സഹോദരിയായിട്ടൊക്കെ ഉള്ള ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് വന്ന് മെസ്സേജ് അയക്കും, ഇങ്ങനെ നമ്മുടെ അനിയത്തിയെ പറ്റിയൊക്കെ മോശമായിട്ട് സംസാരിക്കുമായിരുന്നു. അത് തനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, അവനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ആ അനുഭവമൊക്കെ ഈ ഒരു വീണ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മെയിനായിട്ട് ഈ ഒരു വ്യക്തി അതിനുശേഷം എന്നെപ്പറ്റി കുറേയധികം കാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഞാൻ തേച്ചു എന്നുള്ളൊരു കാര്യമൊക്കെ, ഇതൊന്നും സത്യമൊന്നുമല്ല. പക്ഷേ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറയുമ്പോൾ കുറേയധികം പേരെങ്കിലും വിശ്വസിക്കും. അതുണ്ടെങ്കിൽ അങ്ങനെ ആവരുത്. ഇത് കാരണം എനിക്കൊരു പ്രശ്നമൊന്നും ഉണ്ടാവരുത്. അതുപോലെ തന്നെ മറ്റുള്ളവർ മോശമായിട്ട് ചിന്തിക്കരുത് എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് അവനെപ്പറ്റി എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പറയുന്നുണ്ട്. ഇത് കുറേയധികം പെൺകുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യും. കാരണം ഇവൻ്റെ ചതിയിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ്. അവനുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആരെയും ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ സ്നേഹമോ ഇങ്ങനെയൊന്നുമില്ല. ഇവനെല്ലാം മറ്റ് പല ചിന്തകളൊക്കെയാണ്. അതിനെ ഏത് രീതിയിൽ എത്തിക്കണം എന്നുള്ളതൊക്കെയാണ് ആലോചിക്കുന്നത്. ഭയങ്കര നന്മമരമായിട്ടൊക്കെ കാണിക്കുക, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന കണക്കൊക്കെ തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല എന്നുള്ള രീതിയിലൂടെ വീണ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ വീണ പറഞ്ഞൊരു കാര്യം, ഇത് ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് ഇവൻ എന്നെപ്പറ്റി ഓരോന്ന് പറയാൻ തുടങ്ങി. ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ. ഇതെല്ലാം ഞാൻ അറിയാൻ തുടങ്ങിയതിന് ശേഷം ഇത് നിർത്തണം എന്നുള്ള രീതിയിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഇതേ കണക്ക് ഇവൻ്റെ മാമനെയൊക്കെ കണ്ട് സംസാരിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന സമയത്ത് ഇവൻ എന്നെ വഴി തടഞ്ഞിട്ട് ഇതേ കണക്ക് ഇങ്ങനെയൊന്നും ചെയ്യരുത്, എനിക്ക് ജീവിതമുണ്ട് എന്നുള്ളൊരു കാര്യം. പിന്നെ ആ ഒരു വീഡിയോയിൽ അവൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമ്മതിക്കുന്നുണ്ട്. എനിക്ക് കല്യാണം കഴിഞ്ഞതാണ്, കുട്ടിയുണ്ട് എന്നുള്ളതെല്ലാം അറിയാം. എന്നിട്ട് ഇവൻ ഇതേ കണക്ക് വരുന്നു, ഇതേ കണക്ക് ചെയ്യുമോ എന്നുള്ള ചോദിക്കുമ്പോഴത്തേനും ഇനി ചെയ്യില്ല എന്നതൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഈ ഒരു വീണയുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതേ ഞാൻ തെറ്റുപറ്റി, ഇനി ഇതേ കണക്ക് ഈ പറഞ്ഞതെല്ലാം കറക്റ്റാണ് എന്നുള്ള രീതിയിൽ ഇവൻ പറയുന്ന ആ ഒരു വീഡിയോ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വീണയുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഫുള്ള് പറയുന്നത് ഇതുപോലെ കുറേ ചതി ചെയ്യുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട്. പെൺകുട്ടികളൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങളുടെ സഹോദരിമാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. ഇവനെ പോലുള്ള ആൾക്കാരൊക്കെ മെയിനായിട്ട് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് മറ്റ് പലതാണ്, ഒരു ഫ്രണ്ട്ഷിപ്പോ ഒന്നും തന്നെയല്ല. എന്തായാലും ഇത് എനിക്ക് പറയണം തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത് എന്നുള്ളത് കൂടി ഈ ഒരു വീണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ പുറത്ത് വന്നതിന് ശേഷം ഈ ഒരു വിഷ്ണു ജയ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് കുറേ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു വിഷ്ണു ജയ് തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീണ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി ആയിട്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഈ ഒരു വിഷ്ണു പറഞ്ഞിട്ടുള്ളത്, വീണ പറഞ്ഞതൊന്നും സത്യമല്ല, അത് തെളിയിക്കാൻ ഞാൻ റെഡിയാണ്. അതിനുവേണ്ടി ഞങ്ങൾ രണ്ടുപേരും ലൈവിൽ വന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ വരെ റെഡിയാണ്. അതിന് അവൾ റെഡി ആവണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിന് ഇവൻ്റെ ഭാഗത്ത് ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ വല്ല തെളിവുകളോ പുറത്തൊന്നും വിടുന്നില്ല. എല്ലാം ഇതേ കണക്ക് ഇവൾ പറയുന്നത് കള്ളമാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും എന്തെങ്കിലും ഇപ്പോൾ ഒരു പുരുഷനെതിരെ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയുടെ കൂടെ എല്ലാവരും നിൽക്കത്തുള്ളൂ, പുരുഷൻ്റെ കൂടെ നിൽക്കത്തില്ല എന്നുള്ള രീതിയിലൊരു ജെൻഡർ കാർഡൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. അല്ലാതെ ഇവൻ ഇതിനെക്കുറിച്ച് തെറ്റാണെന്ന്, ഇവൻ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ മറ്റുള്ള പെൺകുട്ടികൾ ഇതേ കണക്ക് മെസ്സേജ് അയക്കുന്നതായിട്ടൊക്കെ
കണ്ടിട്ടുണ്ടായിരുന്നു, ഇതേ കണക്ക് ഞാൻ അതേ കണക്ക് പറഞ്ഞു, ഇതേ കണക്ക് പറഞ്ഞു എന്നുള്ളതൊക്കെ. ഇതൊന്നും ഈ ഒരു പെൺകുട്ടിയായിട്ടുള്ള ബന്ധപ്പെടുന്ന കാര്യങ്ങളൊന്നുമല്ല. പിന്നെ എന്തിനാണ് ഈ ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചതെന്ന് അറിയത്തില്ല എന്നും ഈ ഒരു വിഷ്ണു ജയ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, അപ്പം ഇതേ കണക്ക് പെൺകുട്ടികൾക്കൊക്കെ മെസ്സേജ് അയച്ചു എന്ന് പറയുന്നത് സത്യം തന്നെ ആണല്ലോ എന്നുള്ള രീതിയിൽ തെളിയിക്കുന്ന രീതിയിലാണ് ഈ ഒരു വിഷ്ണു ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു വീണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെപ്പറ്റി കുറേയധികം അനാവശ്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു താൻ ഇതേ കണക്ക് ചിന്തിച്ചതിൻ്റെ കാരണം, താനുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കൂടെ ബൈക്കിലൊക്കെ ചിലയിടത്ത് നമ്മൾ യാത്രയൊക്കെ പോകല് ഷൂട്ടിങ്ങിൻ്റെ ആവശ്യമായിട്ട് അതിന് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എവിടേക്കോ മദ്യം കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് അവനോട് ഇഷ്ടമുണ്ട് എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് ഇതേ കണക്ക് പെരുമാറാൻ ശ്രമിച്ചതെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വീണ പറഞ്ഞൊരു കാര്യം, ഞാൻ പലരുമായിട്ട് കള്ളുപിടിക്കാൻ പോയിട്ടുണ്ട്, അതെൻ്റെ ഹസ്ബൻഡായിട്ട്, എൻ്റെ ഫ്രണ്ട്സായിട്ട്, അതുപോലെ തന്നെ കസിൻസായിട്ടൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതുപോലത്തുള്ള ഇൻറ്റൻഷനൊക്കെ വരും. ഞാൻ എൻ്റെ അതിൻ്റെ വീഡിയോസ് വരെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആൾക്കാരെ ഒന്ന് അടുത്ത് ഇടപഴകിയെന്ന് വെച്ച് ഉടനെ തന്നെ ഇതുപോലുള്ള ഇൻറ്റൻഷൻ ആണെന്ന് വിചാരിക്കുക, അതുപോലെ പെരുമാറാൻ ശ്രമിക്കുക എന്നുള്ള കാര്യവും ഈ ഒരു വീണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വിഷ്ണു ഇട്ട വീഡിയോസിലൊന്നും ഫുള്ളായിട്ടുള്ള എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ തെളിവോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിയിക്കാൻ ഒരു ശ്രമവും നടത്തുന്നില്ല. വിഷ്ണു പറയുന്ന ഒരു കാര്യം, ഞാൻ റെഡിയാണ് ലൈവിൽ വന്നിട്ട് ഇതെല്ലാം കള്ളമാണെന്ന് തെളിയിക്കാൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ അല്ലാതെ ഇവനെ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാർ ഉണ്ട്, അവർക്കുണ്ടെങ്കിൽ സത്യം പറയാനുള്ള ഒരു ബാധ്യത ഉണ്ടെന്നുള്ള ചിന്താഗതി ഒന്നും തന്നെ ഇവനില്ല എന്നുള്ളതാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. പിന്നെ മറ്റുള്ള മെസ്സേജ് മറ്റു പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചു എന്നുള്ള കാര്യത്തിൽ അത് വിസമ്മതിക്കുന്ന ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട് അത് പക്ഷേ വീണയ്ക്ക് ചേർന്നുള്ളൊരു കാര്യമല്ല, അത് വേറെ കാര്യമാണ് എന്നുള്ള രീതിയിലാണ് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നൊരു ടോപ്പിക്ക്. എനിക്ക് പറയാനുണ്ടായ കാരണം, ഇതുപോലെ കുറേയധികം പേരൊക്കെ ഉണ്ട് ഇതേ കണക്ക് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെയും അല്ലാത്തവരെയെല്ലാം ടാർഗറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് കുറച്ച് നേരത്തേന് ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ യഥാർത്ഥ സ്നേഹമോ ഒന്നുമല്ല. മറ്റ് ചിലർ ഇതൊക്കെ വിശ്വസിച്ച് സ്വന്തം ഭർത്താവ് ജോലി തിരക്കാണ്, തന്നെ സ്നേഹിക്കുന്നില്ല, ഇവൻ തന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവൻ്റെ കൂടെ പോകും, അല്ലെങ്കിൽ തിരിച്ച് ഈ ഒരു ഭർത്താക്കന്മാരുടെ കാര്യമാണെങ്കിലും ഭാര്യ സ്നേഹിക്കുന്ന വേറൊരു പെൺകുട്ടി ഇതേ കണക്ക് വരുന്നുണ്ട്, അവളുടെ കൂടെ പോകാം എന്നുള്ള ചിന്താഗതിയൊക്കെ വരും. അതൊന്നും ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇവരൊക്കെ ചുമ്മാ കുറച്ച് നേരത്തേന് വേണ്ടിയുള്ള സുഖത്തിന് വേണ്ടി കാര്യങ്ങളാണ്. അതൊക്കെ വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ പറ്റി മനസ്സിലാക്കണം. ഇതുപോലെ ആരെങ്കിലും മെസ്സേജ് അയക്കുവാണെങ്കിൽ അവർ കരുതിയിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.